മോഹൻലാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു എന്ന് തോന്നി. എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും മോശമൊന്നുമല്ല കേട്ടോ. ഇവര് ഈ അർജുനും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ കോമ്പിനേഷൻ സീൻ വരുന്നുണ്ട്. അത് നല്ല കിടിലമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സിനിമയുടെ OTT റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതാൻ, അതായത് ഈ ഉപന്യാസം എഴുതുന്ന കുറെ ടീം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലെല്ലാം, അവർ ഏറ്റവും കൂടുതൽ എഴുതാൻ വേണ്ടി പോകുന്നൊരു ഭാഗം അതായിരിക്കും. ആ ഭാഗത്ത് കിടിലമായിരുന്നു രണ്ടുപേരും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇൻട്രോയില് പ്രണവിന്റെ പെർഫോമൻസ് ഉണ്ട്. അതായത് ഇവര് വീട്ടിലുള്ള ഒരു ഫ്രണ്ട്സ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും അയാളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മറ്റത് ക്രിസ്റ്റോസ് സേവിയറിന്റെ മ്യൂസിക് സെക്ഷനാണ്. അത് അന്യായമാണ്. അതായത് ഈ പ്രണവ് മോഹൻലാൽ വരുന്ന സമയത്തെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. ഈ പേടിപ്പിക്കുന്ന സ്കോർ അല്ല, അതല്ലാതെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവല്ലോ, അതിൽ ഒരു ഹോളിവുഡ് ലെവലുള്ള നല്ലൊരു ആൽബംസ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ട്രാക്കായിരുന്നു. പിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സൗണ്ടിന്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് ശേഷം അങ്ങോട്ടേക്കുള്ള ഭാഗം നമ്മൾ ശരിക്കും ഞെട്ടും. എടുത്തു പറയേണ്ട 2 പെർഫോമൻസ്, ഒന്ന് ജയ കുറുപ്പ്, അതുപോലെ തന്നെ എൽസമ്മ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്, നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസ്തറ്റിക് കുഞ്ഞമ്മ, അർജുന്റെ കഥാപാത്രവും അടിപൊളിയാണ്. അർജുന്റെ ഇൻട്രോ സീൻ, അതായത് ഇവൻ ആ മരണം കഴിഞ്ഞിട്ട് ഇവൻ സ്മോക്ക് ചെയ്തുകൊണ്ട് ഒരു ഫുട്ബോൾ ഇങ്ങനെ തട്ടുന്ന ഒരു സീൻ ഉണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കിടലും ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ ചെക്കൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മേക്കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെവി. ഒറ്റ സീൻ പറഞ്ഞാൽ മതി. ഈ ചങ്ങായി ആ ബിൽഡിങ്ങിന്റെ മേലെ താഴെ വീഴുന്നൊരു സീനുണ്ട്. അത് കണ്ടാലില്ലേ നമ്മള് പച്ചവെള്ളം പോലും കുടിക്കില്ല. അമ്മാതിരി ഒരു സീനാണ്. അതായത് ഹോളിവുഡിൽ മാത്രമേ ഞാൻ അമ്മാതിരി ഒരു സാധനം കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് ഈ പടത്തിൽ കൊണ്ടുവന്ന് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് അവര്. കിടിലമായിരുന്നു. പിന്നെ പടത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പടമാണിത്. രസമാണ്. സിനിമയുടെ തീമുമായിട്ട് ഒത്തു പോകുന്ന രീതിയിലാണ് പടത്തിന്റെ ടോട്ടൽ തീം, കളർ ടോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. രാഹുൽ നല്ല അടിപൊളിയായിട്ട് ഡയറക്ടറാണ്. കിടിലമായി അന്യായമായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രണവിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ജിബിന്റെ കഥാപാത്രവും കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയതെങ്കിൽ സൂപ്പർ ആയേനെ. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒന്ന് വൃത്തിയാക്കാമായിരുന്നു എന്നും എനിക്ക് തോന്നി. അപ്പൊ ഇതാണ് ഡയസ് ഇറെ. കണ്ടു.